ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാനും എന്നെ വൃത്തി കാണാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ ഇട്ടോ, സോ ദാറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം ഡിലേ ഒന്നുമില്ലാണ്ട്. ഗുഡ് ഈവനിങ് പാർവതി. ഇവിടം വരെയും ആയില്ല. എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഹായ് ഫൗസിയ. എവിടെ ആൾക്കാരൊക്കെ തീരെ കുറവാണല്ലോ. നിങ്ങൾ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് വാട്ടോ. ആരെങ്കിലും ഒക്കെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോയി റിമൈൻഡ് ചെയ്തിട്ട് അവരെ വിളിച്ചോണ്ട് പോകാം. എന്നിട്ട് നിങ്ങളും തിരിച്ചുവിടണം. ഗുഡ് ഈവനിങ് അതിഥി. ഗുഡ് നൈറ്റ്. എടാ ക്ലാസിന്റെ ഇടയ്ക്കാണ് നീ ഗുഡ് നൈറ്റ് പറഞ്ഞു. തുടക്കത്തിലേ ഗുഡ് നൈറ്റ് പറയില്ലേ. ഹായ് അബ്ദുള്ള. ഹായ് റെനീറ്റ. അതിഥി അതിഥി ഹാസ് ഗോട്ട് ദ റൈറ്റ് സ്പിരിറ്റ് ഇരുന്നത്. ഗുഡ് ഈവനിങ് കാർത്തിക. ഈവനിങ് ഫൗസിയ. ഹലോ 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 ഹലോ. 25 പേരായി. നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി ആൾക്കാരെ കൊണ്ടുപോവാ. സൗണ്ട് ക്ലിയർ അല്ലേ? ചുമ്മാ പറയുന്നല്ലേ. എല്ലാവരും ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആണെങ്കിൽ സൗണ്ട് ക്ലിയർ ആണോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആണോ? ഹായ് അബ്ദുള്ള. ഹായ് തംജിത്. സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. ഓക്കെ. ഹായ് കൃഷ്ണ അഞ്ജന. കേൾക്കുന്നുണ്ടെന്ന് സോള് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു അനുമാനം. എടാ വിശാലെ, നിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നീ ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. നീ ഒന്ന് മാറി നിൽക്കണേ. നോമ്പ് ക്ഷീണം. നീ ചുമ്മാ ഇരുന്ന് കേൾക്കണം. അതിലെ നോക്കാം. കുറച്ചു നേരം നീ കേക്ക്. ഈ ചാപ്റ്റർ ഈ ഒരു സമയം കൊണ്ട് സെറ്റ് ആക്കാം. പിന്നെ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങണ്ടല്ലോ. അപ്പൊ ക്ഷീണമാണെങ്കിൽ നീ മാക്സിമം ട്രൈ ചെയ്ത് നോക്ക്. ഒട്ടും വെച്ചാൽ നീ വിട്ടോ. എങ്കിലും മാക്സിമം നിനക്കൊണ്ട് പറ്റുന്ന അത്ര നേരം നീ കേട്ട് നോക്കിട്ടോ. ഇപ്പോഴേ തുടക്കത്തിലേ ആയുധം വെച്ച് എന്താ പറയാ പിന്മാറാണ്ട്. ഹായ് മാളവിക. ഗുഡ് ഈവനിങ് യാന, ഡോറ, പാർവതി. അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന അധികം ഡിലേ ഇല്ലാണ്ട്. അപ്പൊ എങ്ങനെയാ ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സിമ്പിൾ ചാപ്റ്ററാ അതോ പാടാണോ അതോ മീഡിയം ആണോ? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ എങ്ങനെയുണ്ട് ചാപ്റ്റർ? എങ്ങനെയുണ്ട്? ഈസി ചാപ്റ്ററാ പാടാ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താ നീ പറയും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. എനിക്ക് ചാറ്റ് ഡിലേ ആണോ എന്നൊരു സംശയമില്ല. സ്റ്റാർട്ടാക്കാടാ, സ്റ്റാർട്ടാക്കാം. ചാറ്റ് ഡിലേ ഉണ്ടോന്ന് നോക്കണേ. അപ്പൊ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മള് ടേം 1 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി പഠിച്ചു. അതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല. 7 മാർക്കിന് ആണ് ഈ ഒരു ചാപ്റ്ററിനുള്ള വെയിറ്റേജ്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് ദാറ്റ് ഇമ്പോർട്ടന്റ് അല്ലെ? കാരണം നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അരിമണിയും പോലെയല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വൻ സ്രാവാം. മീൻസ് ഈ ഒരു ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് 7 മാർക്ക് നിങ്ങൾ കയ്യിലിരിക്കും. വിച്ച് മീൻസ് ഇതൊരു ബോണസ് ആണ്, മീഡിയം ആണ്. സൗണ്ട് ഇല്ലെന്നാടാ. സൗണ്ട് ഇല്ലേ? കുറച്ചുപേർക്ക് ക്ലിയർ. എനിക്ക് തോന്നുന്നു സൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഐ തിങ്ക് there is some network issue on your end എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാടാ. ചാപ്റ്റർ ക്ലിയർ ആക്കി തരാം. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഫുൾ കോപ്പറേഷൻ, നിങ്ങൾ ഫുൾ എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ ക്ലിയർ ആവും. അത് എന്റെ ഉറപ്പാണ്. ഓക്കെ. അപ്പൊ നമ്മള് ടേം 1 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി പഠിച്ച് ടേം 2 നമുക്കുള്ള ഇതെന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സിലബസ് പറഞ്ഞുതരാം. സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അതിൽ ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്നുണ്ട്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നുണ്ട്, സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രോബ്ലംസ് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കരുതെന്ന് ഇവർ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ സിലബസിൽ. 30, 45, 60 ഡിഗ്രീസ് ഒക്കെ ആംഗിൾ ഓഫ് എലിവേഷൻ ഒക്കെ പാടത്തുള്ളൂ. ഓക്കെ. വിച്ച് മീൻസ് സിമ്പിൾ ആയിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. ട്രിഗ്നോമെട്രിന്റെ വേറെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ആസ് യു മൂവ് ഓൺ ദിസ് ചാപ്റ്റർ ഇസ് റിയലി ഇമ്പോർട്ടന്റ് ഫോർ യു. ട്രിഗ്നോമെട്രി എന്നുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മാത്സിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പോകും തോറും യു വിൽ നീഡ് ദിസ്. അപ്പൊ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ബേസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് പോവാ. സോ ദാറ്റ് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോകാം. നമ്മൾ പഠിച്ച ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യംസ് ഉണ്ട് അല്ലെ? ആ കാര്യംസ് നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് പോവാം. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്കിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഓക്കെ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ബേസിക്കലി നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. തൽക്കാലം നമുക്ക് ഇപ്പം 3 പറ്റി നോക്കിയാൽ മതി. ഏതൊക്കെയാ മക്കളെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ അല്ലെ? ഇത് 3 തൽക്കാലം നമുക്ക് ഇപ്പൊ മതി. ഇതല്ലാണ്ട് ഇതിന്റെ റെസിപ്രോക്കൽസ് ഉണ്ട്. ഹായ് നിക്കിൻ, ഹായ് റീം. ഓക്കെ. 39 പേരായിട്ടുണ്ട്. പോരാ, നിങ്ങൾ ഇത്രയും കണ്ടാൽ പോരാ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരണം. ഓക്കെ.
അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവട്ടെ അല്ലെ. കാരണം ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു 1-1.5 മണിക്കൂർ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ മാക്സിമം, പോയാലും 1.5 മണിക്കൂർ. അതുകൊണ്ട് ട്രിഗ്നോമെട്രി സെറ്റാ. ഇനി നിങ്ങൾ ഇതിനകത്തേക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്നുള്ള രീതിയിൽ നമുക്കത് ചാപ്റ്റർ പഠിച്ചു തീർക്കാം. അപ്പൊ നമുക്കൊരു സന്തോഷമല്ലേ, അവർക്കും കൂടെ മാർക്ക് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞ മക്കൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതല്ലേ സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും ഏത് ടൈപ്പ് ട്രയാങ്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾസിലാണ് അല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ നല്ലൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കട്ടെ കേട്ടോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഇതിന്റെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇതാണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്. ഈ തീറ്റയ്ക്ക് അഡ്ജസന്റ് ആയിട്ട് തന്നെ ഇവനാണ് എടുക്കുന്നത്, ഇത് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ത്, കോസ് തീറ്റ. ടാൻ തീറ്റയോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഇതാണ് ബേസിക് 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. കൊസീക്, സീക്, കോട്ട് ഉണ്ട്. യു നീഡ് നോട്ട് ലേൺ അബൌട്ട് ദാറ്റ്, യു നോ ഓൾറെഡി. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇത് 3 ഓക്കെ, കറക്റ്റ് ആണ്. അതിലെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ. അപ്പൊ ഇതാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ഇനി ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ ഇനി ആഴ്ന്നിറങ്ങുവാണ്. ഇനി മുതലാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. ആദ്യം നിങ്ങൾ അറിയണം ലൈൻ ഓഫ് സൈറ്റ് എന്ത്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ത്. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കണ്ണ് പോകുന്ന ആ ഒരു നേർരേഖയില്ല, അതിനാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് നിങ്ങളെന്ന് വിചാരിച്ചോ, ഇതൊരു ടവർ ആണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു പോള എന്തെങ്കിലും. അപ്പൊ ഈ പോളിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണ്. ഓക്കെ, ഈ നോക്കുന്ന ആ വരയില്ലേ, ആ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലൈൻ ഓഫ് സൈറ്റ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലേ, ആ വാക്കി തന്നെ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ലൈൻ ഓഫ് സൈറ്റ്, സൈറ്റ് പോകുന്ന ലൈൻ. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ലൈൻ ഓഫ് സൈറ്റ്, സിമ്പിൾ ആണ്. ഇനി ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് കംസ് വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ഒബ്ജക്ട്സ് വിച്ച് ആർ ഹയർ ദൻ യു. അതായത് നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ, ഇപ്പൊ ടവറോ നക്ഷത്രമോ അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾ ഇങ്ങനെ നോക്കണ്ടേ, ഇങ്ങനെ നോക്കിയിട്ട് കാര്യമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുന്ന ഒബ്ജക്റ്റിന് അവിടെ വരുന്ന ഒരു പാരാമീറ്റർ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. സോ ഇവിടെ നിങ്ങൾ നിൽക്കുവാണേ, നമ്മളിപ്പോ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഇവിടെ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളെക്കാൾ ഹൈറ്റ് ഉണ്ട്, വിച്ച് മീൻസ് നിങ്ങൾ ഇങ്ങനെ തലയൊക്കെ പൊക്കി കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരും. അപ്പൊ അതാണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ മക്കളെ, ഈ ലൈൻ വിളിക്കുന്ന പേരെന്താ, ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റും നിങ്ങളുടെ ഐ ലെവലിന്റെ ഹൊറിസോണ്ടൽ ലൈനും, ഐ ലെവലിന്റെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം എന്തുണ്ട്, ഇങ്ങനെ ഇരിക്കും അല്ലെ. ഐ ലെവൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതാണ്, ഈ തീറ്റയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഹൈറ്റ് ഉള്ള ഒബ്ജക്റ്റിന് നിങ്ങൾ തലയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റും നിങ്ങളുടെ ഐ ലെവലിന്റെ ഹൊറിസോണ്ടൽ ലൈൻ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ എലിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി. വീണ്ടും നമ്മൾ തലയൊക്കെ പൊക്കി എലിവേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആംഗിൾ ഓഫ് എലിവേഷൻ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്തായിരിക്കും മക്കളെ? ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം താഴോട്ട് എന്തോ ഒരു സംഭവമാണ് അല്ലെ, ഡിപ്രഷൻ, കുഴി എന്നൊക്കെ അതിന്റെ അർത്ഥം. അപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ താഴെയുള്ള എന്തോ ഇപ്പൊ ഒരു ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന വിചാരിച്ചു. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് താഴേക്ക് നോക്കിയാൽ മതി. ഇല്ലേ, ഇവിടെ ഇങ്ങനെ നോക്കണം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റ്. ഇത് നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റ് ആണ്. ഈ ലൈൻ ഓഫ് സൈറ്റും വീണ്ടും നമ്മുടെ ഹൊറിസോണ്ടൽ ഐ ലെവൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ തെറ്റിപ്പോരുത്. ഈ ആംഗിൾ ഒന്നും ചെയ്ത് വെക്കരുത്. ഇറ്റ് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ യുവർ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദി ഹൊറിസോണ്ടൽ ലൈൻ വിച്ച് ഇസ് കറസ്പോണ്ടിങ് ടു യുവർ ഐ ലെവൽ. ഓക്കെ, അവിടെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യിക്കാണ്ട് നമുക്കൊരു ലൈവ് നീങ്ങത്തില്ല. ഡൗൺ സൈഡ് ഡിപ്രഷൻ, എക്സാക്ട്ലി കറക്റ്റ്. അതിൽ ഇത് സെറ്റ് ആണല്ലോ. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ കറക്റ്റ് ആണ്. അപ്പം ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾസ് ആണ് നോക്കണം. കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റും ഇതാണ് നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റ്. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് ഇതും ഇതാണ് നിങ്ങളുടെ ഹൊറിസോണ്ടൽ ലൈൻ, ഐ ലെവല്. ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ, ഈ ആംഗിൾ ബീറ്റ് ആണെന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. സെറ്റ് അല്ലേ? ലൈൻ ഓഫ് സൈറ്റ് ഓക്കെ ആയി, ആംഗിൾ ഓഫ് എലിവേഷൻ സെറ്റായി, ആംഗിൾ ഓഫ് ഡിപ്രഷനും സെറ്റായി. ഇത്രയും സെറ്റായി സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. വേണ്ടേ, ഇത് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമ്പൂർണ്ണ ഫിഗർ ആണ്. ഇത് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ, താഴോട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മേളിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആയ ആൾക്കാർ ഒന്ന് തീയിട്ടിടാം കമന്റ് ബോക്സിൽ. പെട്ടെന്ന് പടപടയുന്നത് കുറെ പ്രോബ്ലംസ് ചെയ്യാം നമുക്ക്.
ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വലിയ ഭീമാകരമായ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. സിമ്പിൾ ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ യൂഷ്വലി. ഇനി എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ചോദിക്കാന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വലിയ ടഫ് പ്രോബ്ലംസ് ഇല്ല. ഈ 7 മാർക്ക് നിങ്ങൾക്ക് നൈസായിട്ട് അടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ മനസ്സിലായില്ലേ? എടാ അബ്ദുള്ള, ഇത്രയേ ഉള്ളൂ. അതായത് താഴെയുള്ള എന്തെങ്കിലും ഒബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, ഷിപ്പ് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം? അതിന് നോക്കണമെന്നുണ്ടെങ്കിൽ നീ താഴോട്ട് ഇങ്ങനെ നോക്കണ്ടേ? അപ്പൊ ഇങ്ങനെ നീ ഇതിന്റെ കണ്ണ് വെച്ച് ഇങ്ങനെ താഴോട്ട് നോക്കുവാണേ. ഇതാണ് നിന്റെ ലൈൻ ഓഫ് സൈറ്റ് അബ്ദുള്ള. ഓക്കെ, ഇത് നിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ലെവൽ. ഇതേണ്ടേ നീ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതാണിത്, ആ ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ ലൈനും ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇല്ലേ, ആ ആംഗിൾ ആണ് ബീറ്റ, അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ബീറ്റ എന്ന് ഞാൻ ചുമ്മാ പേരിട്ട് വിളിച്ചെന്നുള്ളൂ. ദാറ്റ് ആംഗിൾ ഇസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. തീ മഴയുണ്ട്. മനസ്സിലായടോ? ആരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്? അബ്ദുള്ള, നിനക്ക് മനസ്സിലായടോ? തീ കിട്ടെ പെട്ടെന്ന്. അപ്പൊ അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ക്ലിയർ അല്ലേടോ? അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പം പഠിച്ചെടുത്ത 3 കാര്യങ്ങളും സെറ്റായി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ച 3 കാര്യങ്ങളും along with that your knowledge about trigonometric ratios, and you must know the trigonometric ratio values of sin 30, 45, 60, 90. ഇത് 4 നിങ്ങൾ അറിഞ്ഞു കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ആംഗിൾ സൈഡ് റേഷ്യോസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. whichever you want, whichever you prefer, whichever works for you, നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം. ബട്ട് നമുക്ക് ഇപ്പം ഈ ഒരു സെഷനിൽ ഐ വിൽ ബി ഗോയിങ് വിത്ത് the trigonometric ratio method because I found it more easier. അതും അത് കുറച്ചും കൂടെ എന്താ പറയാ, കോൺസെപ്ച്വൽ ബേസ്ഡ് ആണ്, ലോജിക് ബേസ്ഡ് ആണ്. സോ ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചടാ. ഇൻ ഫിഗർ AB is 6 meter high pole and CD is a ladder inclined at an angle of 60 degree to the horizontal. അപ്പൊ അതിന്റെ AB ആണ് ഒരു 6 മീറ്റർ ഹൈയിലുള്ള പോൾ ആണ്, അത്രയും ഹൈറ്റ് ഉള്ള ഒരു പോൾ. ആൻഡ് CD is a ladder. ഇതാണ് നമ്മുടെ ലാഡർ. ഓക്കെ, it is inclined at an angle of 60 degrees to the horizontal. ഇതാണ് 60 degrees and reaches up to a point D of the pole. So this is where your ladder ends. D point end ചെയ്യുന്നു. If AD is equal to 2.54, അപ്പൊ ഇത് മൊത്തം ഇത് ടോട്ടൽ പോൾ ആണ്. ഇതിൽ പോളുടെ ഇത്രയും ഭാഗത്ത് നമ്മുടെ ലാഡർ വരുന്നില്ല, ഇവിടെ വരെയാണ് ഇവിടെ കൊണ്ടാണ് നമ്മുടെ ലാഡറിനെ ചാരി വെച്ചേക്കുന്നത്. സോ AD is equal to 2.54 എന്ന് പറയുന്നുണ്ട്. Find the length of the ladder. Use √3 is equal to 1.73. അപ്പൊ തന്നെ മനസ്സിലായി √3 എന്തോ ആവശ്യം വരുന്നുണ്ട്. മൊസില്ല ക്വസ്റ്റ്യനിലും ടാൻ ആൻഡ് സൈൻ. ഓക്കെ, ആപ്ലിക്കേഷൻ കൃഷ്ണാഞ്ജന പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ടാൻ ആൻഡ് സൈൻ യൂസ് ചെയ്ത്. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് മറ്റേ പ്രൊപ്പോർഷണൽ മറ്റേ ആംഗിൾ സൈഡ് റേഷ്യോസ് എടുക്കണം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. whatever works for you നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറയുന്നത് ഞാനും കൃഷ്ണാഞ്ജനൊക്കെ സെയിം വേവ് ലെങ്ത് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ ഓൾസോ പേഴ്സണലി ലവ് ദാറ്റ് മെത്തേഡ്. അപ്പൊ എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്തു. ഓക്കെ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ലാഡർ. ഈ ലാഡറുടെ ലെങ്ത് CD ആണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇത് 60 ഡിഗ്രി ആണെന്ന് അറിയാം. ഇതാണ് ചോദ്യം. അപ്പൊ ഇത്തരം കേസസിൽ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിൾ ഇത് 60 ഡിഗ്രി ആണെന്ന് അറിയത്തില്ലേ? ഇതാണ് നമ്മുടെ ലാഡർ. ആ ലാഡറിന്റെ ഇപ്പം ഇത് D ആണ്, ഇത് C ആണ്, ഇത് B. CD ആണ് ചോദ്യം. ഓക്കെ മക്കളെ, നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ഈ ഒരു സൈൻ, കോസ്, ടാൻ ഒക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ടാവണം, ഒപ്പം തന്നെ ഏതെങ്കിലും സൈഡ്, ഒന്നില്ലെങ്കിൽ 2 സൈഡ് തരാം, അല്ലെങ്കിൽ ഒരു ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും തരാം. എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇൻ ദാറ്റ് കേസ് ഓൺലി ഒരെണ്ണം അൺനോൺ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്തിട്ട് അതിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് നമുക്ക് അൺനോൺ നമുക്ക് വേണ്ട ആൾക്കാരെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, പക്ഷെ ഈ BD എന്നുള്ള ലെങ്ത് തന്നിട്ടില്ല. CD നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ CD കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐദർ ഇത് വേണം അല്ലെങ്കിൽ ഇത് വേണം. ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഉണ്ടോ അതേണ്ട ഈ BD കണ്ടുപിടിക്കാനുള്ള മെഷർ നമുക്കറിയാം, അതിനുള്ള ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് ദ ഹോൾ AB is 6 meter and this AD is 2.54 meter, which means DB is എത്രയാ? 6 minus 2.54. എത്രയാണ് മക്കളെ പറഞ്ഞത്? 6 minus 2.54 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോണത് 3.46 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് DB 3.46 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? DB 3.46 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏത് റേഷ്യോ എടുക്കാൻ പറ്റും? നമുക്ക് കിട്ടിയത് BD, വേണ്ടത് CD, ആംഗിൾ 60 തന്നിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് റേഷ്യോ കെൻ യു യൂസ്? നിങ്ങൾ പറ, നിങ്ങളുടെ ഊഴം. ഞാൻ ഇത്രയും പറഞ്ഞല്ലേ.
പറഞ്ഞോ മക്കളെ, ഏതാ യൂസ് ചെയ്യണ്ടേ? സൈൻ എടുക്കോ, കോസ് എടുക്കോ, ടാൻ എടുക്കോ, അതാണ് ചോദ്യം. വെരി ഗുഡ് പാർവതി, 3.46 തന്നെയാണ്. വെരി ഗുഡ് കൃഷ്ണാഞ്ചന, അത് അങ്ങനെ തന്നെ ചെയ്യണം. AB മൈനസ് AD തന്നെ ചെയ്യണം. ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോടാ? എടാ നീ ഇനി മാത്സിനുള്ള പരിപാടി നോക്കണം. മുഹമ്മദ് ഫല, ആൻസർ പറയും ഫല. സൈൻ യൂസ് ചെയ്യാം, സൈൻ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൈൻ യൂസ് ചെയ്യാല്ലേ, കാരണം എന്താ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്, നമുക്ക് വേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആംഗിൾ പറയാം. വിച്ച് മീൻസ് സൈൻ റേഷ്യോ എടുത്താൽ നമുക്ക് ഒരൊറ്റ അൺനോൺ കിട്ടും. ഇല്ലേ, ചെയ്ത് നോക്കിയേ. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആയ 3.46 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ CD. സൈൻ 60ന്റെ വാല്യൂ എന്താ? സൈൻ 60ന്റെ വാല്യൂ ഇസ് √3 അല്ലേ. √3 ഈസ് ഈക്വൽ ടു 3.46 ബൈ CD. അങ്ങനെയാണെങ്കിൽ CD ഈസ് ഈക്വൽ ടു 3.46 ബൈ √3. ഇതിൽ √3ക്ക് വേണ്ടേ 1.73 ഇട്ട് കൊടുത്താൽ ശരിക്കും 1.732 അങ്ങനെയൊക്കെ പോവാം. പക്ഷെ ഇവർ ഇവിടെ പറയുന്നുണ്ട് 1.73. നിങ്ങൾ വല്ലാണ്ട് കഷ്ടപ്പെടേണ്ട, 1.73 ഇട്ട് കൊടുത്താൽ മതി. സോ ദാറ്റ് ഇസ് 3.46 ഡിവൈഡഡ് ബൈ 1.73. ആൻസർ എന്ത് വരോടാ? ഇത് ഒറ്റ സെക്കൻഡ്, ഇത് √3/2 അല്ലേ? സൈൻ 60 √3/2 അല്ലേ? സൈൻ 60 √3/2 ആണ്. ടാൻ 60 ആണ് √3, വെറും √3. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് CD is equal to 2 into 2 into വരും ഇവിടെ. അപ്പൊ ആൻസർ എന്ത് വരോടാ? ആൻസർ എന്ത് വരും? ഫൈനൽ ആൻസർ എന്ത് വരും? പെട്ടെന്ന് കിട്ടോ? കറക്റ്റ് അടയുക, √3/2 ആണേ. ടാൻ 60 ആണ് √3. ഇതെന്ത് വരും? പെട്ടെന്ന് പറ, ആൻസർ പറയും. ചുമ്മാ കമ്പ്യൂട്ടേഷൻ അല്ലേ, പെട്ടെന്ന് പറഞ്ഞോ. 3/2 അല്ല, √3/2. നീ അതന്നെ ഉദ്ദേശിച്ചേക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് √3/2 ആണ്. ടാൻ 60 ആണല്ലേ √3. ഫൈനൽ ആൻസർ 7/2/√3, 7.2/√3. അതിന്റെ ആൻസർ എന്താ? കറക്റ്റ് ഫൈനൽ ആൻസർ പറയാം. ഇത്ര മീറ്റർ എന്ന് പറയണം. ലാഡർ ഇത്ര മീറ്റർ ലെങ്ത് ഉണ്ട് പറയണം. വെരി ഗുഡ്. ആൻ മരിയാണ് നിങ്ങളുടെ മാനം കാത്തത്. ആൻസർ 2 ആണ്. 2 ആണോ? അല്ല, ആൻ മരി മാനം കാത്തില്ല, സോറി. 2 into ഒരു സംതിങ്ങും കൂടെ വരും. ആൻ മരിയാ, നീ ആൻസർ പറ. ഇത് ഫൈനൽ ആൻസർ പറടാ. എന്താണിത്? കമ്പ്യൂട്ടേഷനൽ ഇനിയുള്ളൂ. മാളവിക ചന്ദ്രദാസ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. 4 മീറ്റർ. 2 into 2 4 മീറ്റർ ആണ് ആൻസർ. വെരി ഗുഡ്. 4 മീറ്റർ ആണ് ആൻസർ. കറക്റ്റ്. വെരി ഗുഡ്. അയാന ഇക്ബാൽ, അബ്ദുൾ മുഹമ്മദ് തുരുതുര 4 ഇടുന്നുണ്ട്. അയാന ഇക്ബാൽ പറയുന്നു 4 is the answer എന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഇസ് ദി ആൻസർ. വെരി ഗുഡ് ഗൈസ്. അങ്ങനെ അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ അല്ലേ. അടുത്ത് നോക്കാം. A ladder leaning against a wall. ഒരു വാൾ ഉണ്ട്. ഓക്കെ, ആ വാളിൽ ലീൻ ചെയ്ത് എന്തുണ്ട്? ഒരു ലാഡർ ഉണ്ട്. Makes an angle 60 degrees with the horizontal. So this angle would be 60 degrees. If the foot of the ladder is 2.5 meter away from the wall. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പോയി പടം വരക്കണം. Find the length of the ladder. Say A, B, C എന്ന് പേരൊക്കെ ഇട്ട് കൊടുത്താൽ you're asked to figure out what is AB. Okay, ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മളുടെ ലാഡറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? യെസ്, ആദിൽ അയാന 4 ആണ്. 4 ആണ്. സമ്മതിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ വിട്ടില്ലേ? അടുത്തതിന്റെ പറഞ്ഞു. 56 പേരായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും പേര് അല്ല, ഇനിയും ആൾക്കാരെ കാണാനുണ്ട്. എനിവേസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞ മക്കളെ, ഏത് റേഷ്യോ എടുക്കും? സൈൻ എടുക്കോ, കോസ് എടുക്കോ, ടാൻ എടുക്കോ? കമ്പ്യൂട്ടേഷനൊക്കെ ആരെ കൊണ്ട് പറ്റൂലേ, പക്ഷേ ഈ ലോജിക് പറയുന്നതാണ് സംഭവം. അപ്പൊ അതൊന്ന് പറഞ്ഞേ. AD/OP ഓഫ് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് ആണ് നീ ഉദ്ദേശിച്ചത്. അതെന്താ അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്? കോസ്. വെരി ഗുഡ് പൂച്ച സാർ, ജസീല തസ്നി. വെരി ഗുഡ്. അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് അല്ലടാ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കും. കാരണം എന്താ? അഡ്ജസന്റ് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടത് എന്താ? ഹൈപ്പോട്ടന്യൂസാ. വിച്ച് മീൻസ് നമ്മൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് കോസ് വേണം എടുക്കാൻ. So cos 60 is equal to പൂച്ച സാറൊക്കെ പറയുന്ന പോലെ cos 60 is equal to BC/AB. അല്ല, BC/AB. അത് തന്നെ. BC ഇവിടെ തന്നിട്ടുണ്ട്. BC is 2.5. ഓക്കെ, cos 60 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2. So 1/2 is equal to 2.5/AB. AB is equal to കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ പറയണോ? 2.5 into 2, അതായത് 5 മീറ്റർ. കമ്പ്യൂട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, അപ്പൊ ഞാൻ തന്നെ കമ്പ്യൂട്ട് ചെയ്യാം. യെസ്, വെരി ഗുഡ്. ആൻസർ 5 ആണ്. സങ്കീർത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. വെരി ഗുഡ് സങ്കീർത്തെ, കറക്റ്റ് ആണോ?
ടാൻ വരത്തില്ല. ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? നിങ്ങൾക്ക് വേണ്ട ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദ്യം എന്ന് വിചാരിച്ചു. ഈ എ സി ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ ചോദ്യമെങ്കിൽ, ഒരു പക്ഷെ അതായിരുന്നു ചോദ്യമെങ്കിൽ യു ഷുഡ് ഹാവ് ബീൻ ഫൈൻഡിങ് എന്ത് ടാൻ 60 ഈസ് ഈക്വൽ ടു ഇത് ബൈ ഇത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എ സി കണ്ടുപിടിക്കേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ ഇതല്ല ചോദ്യം. ഇവിടെ ചോദ്യം ഇതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും വളഞ്ഞ വഴിക്കൊണ്ടു പോകുന്നുണ്ട്. ഡയറക്ട്ലി കോസ് എടുത്താൽ ഇത് ബൈ ഇതാണ് കോസ്. സോ യു വിൽ ഡയറക്ട്ലി ഗെറ്റ് വാട്ട് ഇസ് എ ബി. ഓക്കെ, 5 ആണ് ആൻസർ. കറക്റ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. An observer 1.7 meter tall is 20√3 away from a tower. Okay, ഒരു ടവർ ഉണ്ട്. ആ ടവറിൽ നിന്ന് കുറച്ചിട്ട് ഒരു 20√3 ഡിസ്റ്റൻസ് മാറി ആരുണ്ട്? നമ്മൾ ഒബ്സർവർ ഉണ്ട്. ഓക്കെ, ഈ ഒബ്സർവർ ഹൈറ്റ് പറയുന്നത് ഇറ്റ് ഇസ് 1.7 meter. The question is the angle of elevation from the eye of the observer to the top of the tower is 30 degrees. അതായത് ഏതാണ് ആംഗിൾ മക്കളെ? നമ്മുടെ ഒബ്സർവർ എടുക്കുക. അപ്പൊ അയാളുടെ കണ്ണുപിടുത്താൻ ഉണ്ടാവുള്ളൂ. അയാൾ നമ്മുടെ ടവറിന്റെ മുകളിലേക്ക് നിർത്തി നോക്കുന്നുണ്ട്. ഓക്കെ, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഇസ് 30 ഡിഗ്രി പറയുന്നുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 30. അപ്പൊ ഏത് ആംഗിൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ? നമുക്കറിയാം ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും അയാളുടെ ഹൊറിസോണ്ടൽ ലെവലും ഐ ലെവൽ, അതായത് ഹൊറിസോണ്ടൽ ഐ ലെവൽ ആ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ. സോ ദാറ്റ് മീൻസ് ഈ ലൈനും ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ആ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ. സോ ദിസ് ആംഗിൾ ആണ് ഇവർ പറയുന്നത് 30 ഡിഗ്രീസ്. മാം ഇതൊന്നും ആൻസർ ഷീറ്റിൽ എഴുതിയില്ല. അതെന്താ ആൻസർ ഷീറ്റിൽ എഴുതാൻ? ആൻസർ ഷീറ്റിൽ എഴുതാൻ പോകുന്നില്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാം വരുന്നില്ലേ ഉള്ളൂ. അപ്പൊ എഴുതിയാൽ മതിയാടാ, സങ്കടപ്പെടാതിരിക്കേ. ഓക്കെ, സോ 30 ഡിഗ്രീസ് ഇത് കിട്ടി. നമ്മളോടുള്ള ചോദ്യം ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. എന്താ ചെയ്യാൻ പറ്റുക? ഇത് കുറച്ചും കൂടെ ഒരു ലെവൽ കൂടിയല്ലേ? ബാക്കി രണ്ടും സിമ്പിൾ ആയിരുന്നു. കുറച്ചും കൂടെ ലെവൽ കൂടി. പൂച്ച സാർ പറയുന്നുണ്ട് ടാൻ യൂസ് ചെയ്യാമെന്ന്. ഗുഡ് ജോബ് പൂച്ച സാർ. പൂച്ച സാർ സെറ്റ് ആട്ടോ. നിനക്ക് ട്രിഗ്നോമെട്രിയിൽ ഒരു അഗ്രഗണ്യൻ ആയി തോന്നുന്നുണ്ട്. നീ ടാൻ 30 എടുക്കണോ അല്ലേ? ഇതേണ്ട ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ 30 ഈസ് ഈക്വൽ ടു പേരൊക്കെ കൊടുക്കാം. എ ബി സി ഡി എന്നൊക്കെ പേര് കൊടുക്കാം. ടാൻ 30 ഈസ് എ ബി ബൈ ബി സി അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ടാൻ 30 ആംഗിൾ എന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് നല്ലല്ലേ മറ്റേ ആൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ആര് വന്നേക്കണം? എ ബി നമുക്ക് അറിയത്തില്ല, പക്ഷെ ബി സി നമുക്കറിയാം. ബി സി ഇതേ 20√3 അല്ലേ? സോ ബി സി ഈസ് ഈക്വൽ ടു 20√3. ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1/√3 അല്ലേ? എ ബി ബൈ ബി സി എന്ന് പറഞ്ഞാൽ 20√3 വെട്ടിപ്പോയി എ ബി ഇസ് ഈക്വൽ ടു 20 കിട്ടി. ചോദ്യം എന്താണ്? ഇത്ര എന്താന്നല്ല, എ ബി എന്താന്നല്ല, ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ടവറുടെ ടോട്ടൽ ഹൈറ്റ് എന്താണെന്നാണ് ചോദ്യം. ടവറുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ടവറോ? കാരണം ഇതാണ് ഗ്രൗണ്ട് ലെവലല്ലേ ഈ മനുഷ്യന് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ ഹൈറ്റും കൂടെ ആഡ് ചെയ്യണം, കാരണം ഇത്രയും മനുഷ്യന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ എ ബി പ്ലസ് 1.7 ആയിരിക്കും ഹൈറ്റ് ഓഫ് ദി ടവർ. സോ ഹൈറ്റ് ഓഫ് ടവർ ഇസ് ഈക്വൽ ടു എ ബി അഥവാ 20 plus 1.7 which is 21.7 meters. Clear അല്ലേടാ? വെരി ഗുഡ്. അതിഥി RS കറക്റ്റ് ആണ്. സംഗീർത്ത് കറക്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയവരൊക്കെ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേടാ. നോക്കട്ടെ എത്ര പേർ ക്ലിയർ ആയിരുന്നു പെട്ടെന്ന്. അതായത് ഓൾറെഡി ലൈക്ക് അടിച്ചവർ പിന്നെ അടിക്കണ്ട കേട്ടോ, അടിക്കാത്തവർ അടിച്ചാൽ മതി. ഓൾറെഡി ലൈക്ക് അടിച്ചവർ മനസ്സിലായവർ തീട്ടോ. സിമ്പിൾന്ന് പൂച്ച സാർ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ടാസ്ക് ക്വസ്റ്റ്യൻസ് കാണാട്ടോ അങ്ങോട്ട്. പക്ഷെ നീ ചെയ്യുമായിരിക്കട്ടോ, സീനില്ല. കറക്റ്റ് ആണ്. കൃഷ്ണ, അഞ്ജന, തെരേസ, ജോസഫ്, റീം, സോൾ കറക്റ്റ് ആണ്. അപ്പൊ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചടാ. ലൈക്ക് അടിക്കാത്ത ആൾക്കാര് ആർക്കും മനസ്സിലായില്ലേ? നേരത്തെ 22 ആയിരുന്നു, ഇപ്പോഴും 22 തന്നെയാണല്ലോ. അപ്പൊ എനിക്കത് ലൈക്ക് അടിക്കടാ. ലൈക്ക് അടിച്ചീവാ. പക്ഷെ എന്റെ ഫോണിന്റെ പ്രശ്നം ഇല്ലല്ലേ, റിഫ്ലക്റ്റ് ആവുന്നില്ല. ഓക്കെ, എങ്കിൽ ഞാൻ ഒരു ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ, നിങ്ങൾ തീടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള അനുമാനത്തിൽ എന്ത് ചെയ്യുകയാണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻസ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് 50 meter ഹൈ ബിൽഡിംഗ്. 50 meter ഹൈ ബിൽഡിങ്ങിന്റെ ടോപ്പിന്റെയും ബോട്ടത്തിലുള്ള 32 ആയിരുന്നു. ഓക്കെ, അപ്പൊ 10 പേർക്ക് മനസ്സിലായില്ല. അപ്പൊ എന്റെ റിഫ്ലക്റ്റ് ആവാണ്ടാണോ? ഞാൻ നിങ്ങൾ വെറുതെ സംശയിച്ചു. ഓക്കെ, സെറ്റ്. താങ്ക്സ് ഫോർ സേയിങ് ദാറ്റ് ആസ് വെൽ. ഓക്കെ, അപ്പം
ബോട്ടം ഓഫ് 50 മീറ്റർ ഹൈ ബിൽഡിംഗ്. ഓക്കെ, ഒരു 50 മീറ്റർ ഹൈ ബിൽഡിംഗ് വരക്കാം. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, അപ്പൊ നമ്മുടെ 50 മീറ്റർ ഹൈ ബിൽഡിംഗ് ഇങ്ങനെയാണ്. ഒരു ടവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ടവർ ഉണ്ട്. ഈ ടവറിൽ നിന്ന് നമ്മളുടെ ബിൽഡിംഗിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പൊ എങ്ങനെയാണ് എനിക്ക് വേണ്ടത്? നമ്മളുടെ ബിൽഡിംഗ് ഇങ്ങനെ വരും, ടവർ ഇങ്ങനെ വരുന്നത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയത്? ഇതെങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് ഹൈറ്റ് വരുന്ന ഉറപ്പിച്ച് ഭയങ്കര എന്താ പറയാ ഷാർപ്പായിട്ട് പറയാൻ പറ്റിയത്? 50+ ലൈക്സ് ആയിട്ടുണ്ട്. എടാ റിഫ്രഷ് ചെയ്തിട്ട് ആവുന്നില്ല. എനിവേസ് അത് എനിക്ക് കേട്ടാൽ മതി. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ബിൽഡിംഗ്, ഇത് ടവറാന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി മക്കളെ? അതായത് ഇവിടെ പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ടവറിന്റെ മുകളിൽ നിന്ന് നോക്കുവാണ് എന്തിനെ? നമ്മുടെ ബിൽഡിങ്ങിനെ. ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നത്. വിച്ച് മീൻസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് താഴോട്ട് നോക്കണ്ടേ, ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് മുകളിലേക്ക് നോക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമ്മളുടെ ടവറിനേക്കാൾ ഹൈറ്റ് കുറവായിരിക്കും ബിൽഡിങ്ങിന്. ഓക്കെ, അപ്പൊ മനസ്സിലായി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ബിൽഡിങ്ങിന്റെ ടോപ്പിലുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ നോക്കാം, ഇവിടെ നിങ്ങൾ നിൽക്കുവാണേ, ഇവിടെ നിങ്ങൾ നിൽക്കുക, നിങ്ങളുടെ ഐസൈറ്റ്, നിങ്ങളുടെ ഐ ലെവൽ ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ ടോപ്പിലേക്ക് നോക്കുക. ഓക്കെ, ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 45 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, വീണ്ടും ടാൻ യൂസ് ചെയ്യുന്ന പൂച്ച സാർ ഒരു മുഴം മുന്നേ പറയുന്നുണ്ട്. നോക്കാടാ, എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം, ചെയ്ത് വരുമ്പോൾ എല്ലാം അറിയത്തുള്ളൂ. ഓക്കെ, എനിവേസ് ഗുഡ് ജോബ്, കറക്റ്റ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ ഏതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മാറ്റി ചെയ്യരുത്. കാരണം there are chances that you mark this angle or this angle. ഏതോ ആംഗിൾ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. ഇവിടെ ശരിക്കും ഏത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ഇവിടെ നിങ്ങളുടെ ഐ ലെവല്, നിങ്ങളുടെ ഹൊറിസോണ്ടൽ ലെവൽ ഏത് വരും? ഇതേണ്ടത് ഇങ്ങനെ വരത്തില്ലേ? ശരിടാ, ഇങ്ങനെ വരും. ഓക്കെ, ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടൽ ലെവലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ തീറ്റ. അതാണ് 45 ഡിഗ്രീസ്. ഓക്കെ, സോ ആ ലൈൻ ആണ് അല്ലെങ്കിൽ ആ ആംഗിൾ ആണ് 45 ഡിഗ്രീസ്. ഇനി അടുത്ത പറയുന്നുണ്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ബോട്ടം. സോ ബോട്ടം ഓഫ് ദി ബിൽഡിംഗ് ഇത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. നിങ്ങളുടെ ഹൊറിസോണ്ടൽ ലെവലും ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദി ബോട്ടം, 60 ഡിഗ്രീസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇമാജിനറി ലൈൻ കറക്റ്റ് ആണ്. കാശിനാഥ് USA കറക്റ്റ് ആണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ടവർ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടവർ ആൻഡ് ദി ബിൽഡിംഗ്. ഈ ടവറിന്റെ ഈ ഹൈറ്റും കണ്ടുപിടിക്കണം, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ബിൽഡിംഗിന്റെ ഹൈറ്റ് പറയുന്നുണ്ട്, അത് 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വേണ്ടേ 50 മീറ്റർ ഹൈ ബിൽഡിംഗ് ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ, ഈ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും 50 ആണെന്ന് അറിയാം. കാരണം ഈ ബിൽഡിങ്ങിന്റെ അതേ അലൈൻമെന്റിലാണ് വരുന്നത്. ബാക്കി ഇത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ലെങ്ത് എന്ന് പറഞ്ഞാണ്ടേ ഈ ലെങ്ത്തിന് സിമിലർ അല്ലേ? അതായിട്ട് ബന്ധം വരുന്ന ട്രയാങ്കിൾ ഏതാ? അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാ? ഇതേണ്ടേ, ഇതല്ലേ ഈ ട്രയാങ്കിൾ അല്ലേ ആ ഒരു ലെങ്ത് വരുന്നത്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ആ 45 ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. പേരൊക്കെ കൊടുക്കട്ടോ, ABCDEF എന്നൊക്കെ പേര് കൊടുക്കാം. ഓക്കെ, ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്താൽ ഏതവിടെ പൂച്ച സാറ് പറയുന്നുണ്ട് ടാൻ എടുക്കണം. നമുക്ക് നോക്കാം, ഇതാണ് വേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? ഇത് തന്നിട്ടില്ലല്ലോടാ. അപ്പൊ ഇതും അറിയത്തില്ല. പക്ഷെ നമുക്ക് എന്തൊക്കെ വേണം? ഇതും കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം. ഇതുമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധവും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ടാൻ തന്നെ എടുക്കാം അല്ലേ? ആ കോൺസെപ്റ്റ് ക്ലിയർ ആയാ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഏത് ആംഗിൾ എടുക്കും? ഇതും അറിയില്ല. ആ ട്രയാങ്കിൾ ഒന്നുമേ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സൈൻ എടുക്കാൻ പറ്റത്തില്ല, കോസ് എടുക്കാൻ പറ്റത്തില്ല, ടാൻ എടുക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് ആവശ്യമേ വരുന്നില്ല. ഓക്കെ, സോ വി കൻ ടേക്ക് ടാൻ. ഇതും കൂടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടാൻ എടുക്കുക. സോ ടാൻ 45 is equal to AC by AB. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിളിലേക്ക് നോക്കാം. അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABE ആണ്. ട്രയാങ്കിൾ ABE. ഓക്കെ, ഈ ട്രയാങ്കിൾ ABEയില് ഇതാണ് എന്ത്? ഹൈറ്റ് ഓഫ് ദി ടവർ. ഇതാണ് ആ ഒരു ഡിസ്റ്റൻസ്. സോ ട്രയാങ്കിൾ ABEയില് ടാൻ 60 എടുത്താൽ this is equal to AC plus 50 divided by AB. ഓക്കെ, ഇത് ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ. ഈ ഇക്വേഷൻ നോക്കിയേ. ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട് അല്ലേ? ACയും ABയും മാത്രമുള്ള അൺനോൺസ്. ഇപ്പൊ രണ്ട് ഇക്വേഷനും രണ്ട് അൺനോൺസ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വിച്ച് വൺ ഷുഡ് ഐ ഡാർക്കൻ? റനീറ്റ ജോസ് ഏതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്?
ഇതാണോ? പച്ചയാണോ കാണാൻ പറ്റാതെ? ഓക്കെ, സോ tan 60 is equal to AC. ഇതൊരു ഇക്വേഷൻ, ഇത് രണ്ടാമതൊരു ഇക്വേഷൻ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? AC കിട്ടും, AB കിട്ടും. ഓക്കെ, tan 60 എന്ന് പറഞ്ഞാൽ √3 is equal to AC plus 50 by AB ആണ്. വേണമെങ്കിൽ x എന്ന് y എന്നൊക്കെ പറഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. സോ tan 45 എന്ന് പറഞ്ഞാൽ 1 is equal to AC by AB ആണ്. അത് AC equal to AB എന്ന് കിട്ടി. ഓക്കെ, AC equal to AB എന്ന് കിട്ടി. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സംഭവം ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ √3 is equal to AC plus 50 by AB ആണ്. AC യും AB ഒന്നാണ്. അപ്പൊ റീപ്ലേസ് ചെയ്യാം. √3 AB is equal to AB plus 50. സോൾവ് ചെയ്തെടുത്തിടാം മക്കളെ. √3 AB minus AB is equal to 50, which means AB is equal to 50 by 0.73 അല്ലേ? 50 by 0.73. ആൻസർ എന്ത് വരും? Dark the alphabets used to name the triangle. Okay. A, B, C ഇത്, D ഇത്, E ഇത്, F ഇത്. ഓക്കെ ആണോ എയർ വണ്ണേ? AC AB ഒന്നുമേ കാണുന്നില്ലേ? അയ്യോടാ, ഇതായിരുന്നു കേട്ടോ. ഇതാണ് AC, ഇത് AB. ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് AB കണ്ടുപിടിച്ചേ. ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടണം സോൾവ് ചെയ്തിട്ട്. ഓ അഹമ്മദേ, ഇപ്പൊ കാണുന്നില്ലടാ. ഇതേണ്ട, ഇതാണ് സംഭവം. പറഞ്ഞു എബിന്റെ വാല്യൂ പറഞ്ഞോ. എബിന്റെ വാല്യൂ എന്താണ്? അത് തന്നെയാണ് എസിന്റെ വാല്യൂ. കമന്റ് ബോക്സിൽ ആൻസർ നോക്കിയിരിക്കുന്നു ഞാൻ. എന്തുവരോടോ? $68.5 അപ്രോക്സിമേറ്റ്ലി. കറക്റ്റ് ആണ് സങ്കീർത്തി. 68.5 അപ്രോക്സിമേറ്റ്ലി ഇത് 68.5 വരും. വെരി ഗുഡ്, ഫാസ്റ്റ് കാൽക്കുലേഷൻ ആണ് സങ്കീർത്ത്. ഓ എക്സാക്ട് വാല്യൂ പറയുന്നത് 68.49. വെരി ഗുഡ്. ഓക്കെ വാ, ഓക്കെ വിൽ കൺസിഡർ ദാറ്റ്. 68.5 68.49 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. 49 എടുക്കുക തൽക്കാലം. സോ AB കിട്ടി. AB കിട്ടി കഴിഞ്ഞാൽ ACയും AB ഈക്വൽ എന്ന് പറയുന്നുണ്ട്. അതും 68.49 മീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ചോദ്യം എന്തായിരുന്നു? ഈ AC AB ഒക്കെ ആയിരുന്നു ചോദ്യം. AB ചോദ്യമായിരുന്നു ബിക്കോസ് ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദ ബിൽഡിംഗ്. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദ ബിൽഡിംഗ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് ഈക്വൽ ടു AB is equal to 68.49 or 68.5 എന്ന് എഴുതാം. ഇനി അത് മാത്രമല്ല, യു ഓൾസോ ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. You know the height of the tower is the whole length BF. Okay, BF ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്താണ്? ACയും കിട്ടിയിട്ടുണ്ട്, ABയും കിട്ടിയിട്ടുണ്ട്. ACയും BDയും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ലെങ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ എന്താ? ഇത്രയും 68.5 ആണ്. ഇത്രയും എന്താണെന്നറിയാം? ദേണ്ട് ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് തന്നെയാണ് 50 ആണെന്ന് അറിയാം. which means ഇവിടെ തന്നെ ഇതല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 68.5 ആണ്. ഹൈറ്റ് ഓഫ് ദി ടവർ ഇസ് ഈക്വൽ ടു 50 പ്ലസ് 68.5 ഇസ് ഈക്വൽ ടു 118.5 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവയ്ക്കാണ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ചോദ്യം മനസ്സിലായില്ലേ? ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗും ഒരു ടവറും ഉണ്ട്. ഈ ടവറിന്റെ മുകളിൽ നിന്ന് ഹൈറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നു, ഇങ്ങോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നു. അതാണ് 45ഉം 60ഉം. നമ്മളോടുള്ള ചോദ്യം ഈ ഒരു ലെങ്ത്തും കണ്ടുപിടിക്കണം, ഈ ടവറിന്റെ ടോട്ടൽ ഹൈറ്റും കണ്ടുപിടിക്കണം. ഈ ടവർ ടോട്ടൽ ഹൈറ്റിൽ ഇത്രയും നമുക്കറിയാം. ഇത്രയും നമുക്കറിയാം. കാരണം അതും നമ്മുടെ ടവറിന്റെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റുമായിട്ട് ലൈനായി പോകുന്നുണ്ട്. മിച്ചം വരുന്ന ഇത്രയും ഹൈറ്റ് ആണ്. അത് നമ്മൾ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ലെങ്ത് വരുന്നതാണ് ഇവിടെയാണ്. അതായത് ഈ ട്രയാങ്കിൾ എടുക്കുക, ടാൻ എടുക്കുക, സോൾവ് ചെയ്യുക. അതേപോലെ ഈ വലിയ ട്രയാങ്കിൾ എടുക്കുക, ടാൻ എടുക്കുക, സോൾവ് ചെയ്യുക. ACന്റെയും ABന്റെയും ടേംസിൽ 2 ഇക്വേഷൻ കിട്ടും. മക്കളെ, എത്ര അറിയാത്ത ആൾക്കാരുണ്ടോ അത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഒറ്റ അണ്ണോണോ എന്ന് വിചാരിച്ചു. എക്സാമ്പിൾ പറയാണ്, x + 3 = 5. ഇവിടെ ഒറ്റ അണ്ണോണുള്ള ഒരു ഇക്വേഷൻ ഉള്ളൂ. സോൾവ് ചെയ്തെടുത്തൂടെ? പറ്റും. കാരണം x = 5 - 3 2 വരെ സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം x + y - 2 = 5. 2 അൺനോൺസ് ഉണ്ട്. ഒരൊറ്റ ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 അൺനോൺസ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് വേണം. സെയിം ലോജിക്.
ഇവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്, എ സി ഉണ്ട് എ ബി ഉണ്ട്, രണ്ടും അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണ്ടി വരും. അപ്പൊ നമ്മൾ 45 ഡിഗ്രി എന്ന ഒരു ആംഗിൾ ആ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യും, 60 ഡിഗ്രി ആംഗിൾ എന്ന ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യും, ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ ആടാ, ക്ലിയർ അല്ലേ? ഞാൻ ഇത്രയും കിടന്ന് ആർത്ത് വിളിച്ചിട്ട് സൗണ്ട് സ്റ്റിൽ ലോ സൗണ്ട് ഇല്ലടാ, മൈക്കൊന്നും വർക്ക് ചെയ്യുന്നില്ലേ? അത്ര സീനുള്ളൂ ബ്രോക്കൺ ഏഞ്ചല്, ബ്രോക്കൺ ഹാർട്ട്. ശരി, ഇത് ക്ലിയർ ആയില്ലടാ? ക്ലിയർ ആയ ആൾക്കാര് നിങ്ങളെല്ലാവരും നേരത്തെ ലൈക്ക് അടിച്ചതല്ലേ, എന്നാൽ നിങ്ങൾ ക്ലിയർ ആയ ആൾക്കാർ എന്ത് ചെയ്യണം? കണ്ണീന്ന് വെള്ളം വന്ന് ചിരിക്കണം, സ്മൈൽ കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് പോകാം, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട് AR1. സൗണ്ട് ഉണ്ടെന്ന് ഇവ പറയുന്നുണ്ട്. അത്ര സീനുള്ളൂ. ഓക്കെ ഗൈസ്, കണ്ണീന്ന് വെള്ളം തന്നെ സ്മൈൽ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. 68.49 അബ്ദുള്ള, അതാണ് 68.49 ആണ്. എന്ത്? എ ബി എ സിയും അതാണ് നമുക്ക് വേണ്ടത്. എ ബിയും വേണം, ബി എഫും വേണം. അപ്പൊ ആ വഴി നീ 68 ഇപ്പൊ ഉണ്ട് മാം. ഇപ്പൊ ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ, പ്രീതിക്ക് ഇപ്പൊ സൗണ്ട് ഉണ്ട്. സെറ്റല്ലടാ? ഓക്കെ. കൃഷ്ണാഞ്ജന, കാശിനാഥ്, ഇക്രൂമോൻ ഗെയിമിങ്, അവന് നല്ല രീതിയിൽ മനസ്സിലാക്കണം, അവൻ ചിരിച്ച് മരിക്കുക. ഓക്കെ, so let's move on guys to the next question. Okay, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A man standing on the deck of a ship which is 10 meters above water level observes the angle of elevation of top of a hill as 60 degree. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് വായിക്കോട്ടെ. ഈ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഫിഗറിലേക്ക് എത്തില്ലേ, അവിടെയാണ് നിങ്ങൾ പതറാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, മതിയടാ ചിരിച്ചത്. ഇനി ശ്രദ്ധിച്ചോ, ഇനി സീരിയസ് ആയിക്കോ. കമോൺ ഗൈസ്, മതി, സീരിയസ് ആവും. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ ട്രിക്ക് ചെയ്യാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാല് ദ തിങ് ഇസ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആംഗിൾ മാർക്ക് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ പണി പാടും. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫിഗർ ആദ്യം വരക്കുക. കറക്റ്റ് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങ് പൊക്കോളും. അതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, റെനീറ്റയ്ക്ക് ഭയങ്കര നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, വാ സീരിയസ് ആവും. ഇനി അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുക, ഓരോന്ന് വെച്ച് നമുക്ക് വരച്ച് പോവാം. A man standing on the deck of a ship which is 10 meters above the water level. അപ്പം ഡെക്ക് ഓഫ് ദ ഷിപ്പ്, ഇവിടെ ഷിപ്പ് ഉണ്ട്, വാട്ടർ ലെവൽ, ഇത് വാട്ടർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ 10 meters above ആണ്. Observes the angle of elevation of top of a hill at 60 degree. അപ്പൊ ഇവിടുന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ തരുന്നുണ്ട്, which means അവൻ മേളിലേക്ക് നോക്കണം. അതല്ല ആംഗിൾ ഓഫ് എലിവേഷൻ. അത് മനസ്സിലാക്കിയ തന്നെ എന്താ മനസ്സിലാവുക? നമ്മുടെ ടവർ അല്ലെങ്കിൽ ഹിൽ എന്ന് പറഞ്ഞാല് ഇത്രയും ഇതിനേക്കാൾ വലിയ ഹൈറ്റിലാണെന്ന് മനസ്സിലാവും. അത്രയും മനസ്സിലായില്ലടോ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കുവാണ്, അതേണ്ട ഇങ്ങനെ നോക്കുക. ഓക്കെ, ഈ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് 60 degrees. ആൻഡ് ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ബേസ് ഓഫ് ദ ഹിൽ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുന്നുണ്ട്, ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണോ? 30 degree. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിപ്പ്, ഇതാണ് നമ്മുടെ വാട്ടർ ലെവല്. അപ്പൊ നമ്മുടെ ഹില്ല് ഇങ്ങനെ വരും, ഹില്ലിന്റെ ബോട്ടം ഇങ്ങനെയാണ് വരിക, ഹില്ലിന്റെ ടോപ്പ് ഇവിടെ വരുന്നത്. ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഹിൽ ഫ്രം ദ ഷിപ്പ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഹിൽ. ഈ ഹില്ലിന്റെ ഹൈറ്റും വേണം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഈ ഡിസ്റ്റൻസ് വേണം. അപ്പൊ നമുക്ക് എയും ബിയും സിയും ഡി ഒക്കെ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, വേണം മക്കളെ. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യം കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നെയിം ചെയ്തു കേട്ടോ, അതൊന്നൊരു പ്രശ്നമേ അല്ല, അത് നിങ്ങൾക്കറിയാം. ഓക്കെ, നെയിമിങ്ങിലൊക്കെ എന്തിരിക്കണം എന്നല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വേണ്ട, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ, അല്ലേ വേണ്ട, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തോ. ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തോ, എങ്ങനെ വന്നാലും നമുക്ക് 2-3 ഇക്വേഷൻസ് ഒക്കെ വേണ്ടി വരും, ബിക്കോസ് വി നീഡ് ഹൈറ്റ് ഓഫ് ദ ഹിൽ ആസ് വെൽ ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ട്രയാങ്കിൾ BCE ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുവാണേ. ഇതിനകത്ത് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്യോടാ? ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്യോടാ? പറഞ്ഞോടാ, ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ യൂസ് ചെയ്യും? സങ്കീർത്തി, നീ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ആൻസർ കൊണ്ട് വന്നില്ല? ഇതെങ്ങനെ, നീ നേരത്തെ കണ്ടതാണോ അതോ പെട്ടെന്ന് നീ ചെയ്ത് പോയതാണോ? ആൻസറുകൾ ഇപ്പോഴേ വന്നു തുടങ്ങി. നിങ്ങൾ കൊള്ളാലോ. ഓക്കെ, അതിഥി ആൻസർ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറയട്ടെ, പോട്ടെ.
അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലെ, അപ്പൊ അവനെയും കൂടെ മാനിച്ചുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ മക്കളെ പറഞ്ഞോടാ, ഇതിനകത്ത് നിങ്ങൾ ഏത് റേഷ്യോ എടുക്കും? അതാണ് എന്റെ ചോദ്യം. അത് തന്നെ ടാൻ എടുക്കണം. കാരണം എന്താ, ഇതറിയാം, ഇത് വേണം. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, tan 30. സോ tan 30 is equal to CE by BC. tan 30ന്റെ വാല്യൂ എന്താ? 1/√3. CE 10 ആണെന്ന് അറിയാം, ഡിവൈഡഡ് ബൈ BC. സോ BC is equal to 10√3 meters. അപ്പൊ BC, അതായത് the distance between the hill as well as the ship, that is in the 10√3. ഇത്രയും 10√3 കിട്ടി. അടുത്തത് തീർന്നില്ല, ഇവിടെ വരെ എത്തി. ഡിസ്റ്റൻസ് ഓഫ് ഹിൽ ഫ്രം ദ ഷിപ്പ് കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ഹിൽ കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഹിൽ എങ്ങനെ കിട്ടും മക്കളെ? ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറഞ്ഞാൽ ഇത്. ഈ ഹൈറ്റ് ഓഫ് ദ ഹില്ല് ഇത്രയും നമുക്കറിയാം, 10 ആണെന്ന് അറിയാം. ഇതേണ്ട ഇത്രയും കൂടെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ട്രയാങ്കിൾ മാത്രമല്ലേ ഉള്ളൂ. സോ അവിടെ നമുക്ക് ഇതറിയാം, അല്ലെ ഇത് അറിയണം, ഇത് വേണം, ഇതറിയാം. ഇതിപ്പോ കണ്ടുപിടിച്ചു, 10√3 കണ്ടുപിടിച്ചു. സോ വിച്ച് മീൻസ് we can which trigonometric ratios can we use? We can use tan again. So tan 60, triangle ABC. Triangle ABC ല് tan 60 degrees is equal to AC by BC. അതിൽ BC ആണെന്ത്? 10√3. ഓക്കെ, tan√3 എന്ന് പറഞ്ഞാൽ √3 by വെറും √3. √3 is equal to AC by 10√3, which means AC is equal to 10 into √3 into √3. √3 into √3 വെട്ടിപ്പോയി, വെറും 3 ആയി. 10 into 3 which is 30 meters. ഓക്കെ, സോ AC ലെങ്ത് വേണ്ടേ ഇത്രയും 30 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന AC ആണോ? അല്ല, the full length of the tower ആണ്. I mean the full height of the hill ആണ്. ടവർ അല്ല, ഇവിടെ ഹില്ലാണ്. സോ ഇത് 30 ആണ്, ഇത് 10 ആണെന്ന് പറയാം. So the total height is 40 meters. ഹൈറ്റ് ഓഫ് ഹിൽ ഇസ് ഈക്വൽ ടു, കുറച്ച് പേര് 30 ഇത് കണ്ട്, 30 അല്ല 40 ആണ് ആൻസർ. കറക്റ്റായിട്ട് 40 പറഞ്ഞ ആൾക്കാർ ആരാണ്? ഹൈറ്റ് പൂച്ച സാർ, വീണ്ടും പൂച്ച സാർ. അതിന് മുന്നേ വേറെ ആരും പറഞ്ഞായിരുന്നല്ലോടോ. കണ്ടോ, നിങ്ങളവിടെ ട്രിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തന്നെ വന്നത്. നിങ്ങളിൽ പലരും, മിക്ക ആൾക്കാരും എന്ത് ചെയ്ത് വേണ്ടേ ഹൈറ്റ് 30 ആയിട്ട് എഴുതി. പക്ഷെ ഹൈറ്റ് 30 അല്ല, ട്വിസ്റ്റ് ഉണ്ടല്ലേ. ഇത്രയും പ്ലസ് ഇതും കൂടെ ഉണ്ട്. ഹൈറ്റ് ഓഫ് ദ ഹോൾ ഹിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്ലസ് ഇത്. സോ ഹൈറ്റ് ഇസ് ഗോയിങ് ടു ബി 40 meters. അത് നോട്ട് ചെയ്യണേ ശരിക്കും. അതൊക്കെയാണ് നിങ്ങൾക്ക് വരാവുന്ന വീഴ്ചകൾ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാം, ക്വസ്റ്റ്യൻ വൈസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പടവും വരച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്തരം കുഞ്ഞു ലൂപ്പ് ഹോളുകളിൽ നിങ്ങൾ തട്ടി വീഴരുത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Two men on either side of a 75-meter building and in line with the base of the building observe the angles of elevations of the top of the building as 30 and 60 degrees. Find the distance between the two men. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം, എന്ത് ചെയ്യാം, പടം വരക്കാം. Two men on either side of a 75-meter high building. 75 മീറ്റർ നീളമുള്ള ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. And two men are standing on the either side of that particular building. So let's start drawing. ഇവിടെ ഒരു വലിയ 75 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയും ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഇവിടെയും ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, ദി ആംഗിൾസ് ഓഫ് എലിവേഷൻസ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഇവര് നമ്മളെ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു. ഇവനും നോക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ മനുഷ്യനെ എ എന്ന് വിളിക്കാം, രണ്ടാമത്തെ മനുഷ്യനെ ബി എന്ന് വിളിക്കാം. എയും നോക്കുന്നുണ്ട്. എന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 30 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ ലൈൻ ഓഫ് സൈറ്റും അയാളുടെ ഹൊറിസോണ്ടൽ ഐ ലെവലും തമ്മിലുള്ള ആംഗിൾ ഇതാണ്. അത് 30 ഡിഗ്രീസ് ആണ്. സിമിലർലി തീർന്നില്ല, ഇനി ബി, മനുഷ്യൻ ബിയും കൂടി ഉണ്ടല്ലേ. ഓക്കെ, സോ ഇയാളുടെ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രീസ് ആണ്. ദ ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദ മെൻ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ ബി ലെങ്ത് ആണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ആടാ EBY-TB ABTB എന്നല്ലേ നിന്റെ പേര് വയ്ക്കുന്ന? ഹായ്, അവരൊരു ഹായ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ എന്നാ ആൻസർ പറയും. നീ ചോദിച്ചാൽ ഞാൻ തന്നെ, ഞാൻ ചോദിക്കുന്നത് നീ തരണം. ആൻസർ പറയടാ. ABTB. നമ്മളോടുള്ള ചോദ്യം ഈ AB ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഏത് റൂട്ട് വഴി പോയാൽ നിങ്ങൾക്ക് AB കിട്ടും? വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് എയും ബിയും കഴിഞ്ഞാൽ പിന്നെ സിയും ഡിയും ഇട്ട് കൊടുക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം മക്കളെ? നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയേ. ഈ ട്രയാങ്കിളില് 30 ആംഗിൾ തന്നിട്ടുണ്ട്, ഈ ലെങ്ത് തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ അല്ലേ? പൂച്ച സാർക്ക് പുഷ്പം പോലെ പിടിക്കും.
അത് തന്നെ ടാൻ എടുക്കണം. തംജിത് പി കെ കറക്റ്റ് ആണ്. ടാൻ 30 എടുത്താൽ എന്ത് കിട്ടി? 75/AD കിട്ടി. ടാൻ 30ന്റെ വാല്യൂ 1/√3 ആണ്. ദിസ് ഈക്വൽ ടു 75/AD, വിച്ച് മീൻസ് AD ഇസ് ഈക്വൽ ടു 75√3. പക്ഷെ നമുക്ക് AD അല്ലല്ലോ വേണ്ടത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് AD പോയി കണ്ടുപിടിച്ചു? മക്കളെ AB എന്നുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ AD പ്ലസ് DB അല്ലേ? ഇതിൽ AD കണ്ടുപിടിച്ചാൽ ബാക്കി DB കൂടെ കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ദ ഹോൾ ലെങ്ത് AB വിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദ മെൻ കിട്ടി. ഓക്കെ, സോ AD സെറ്റ് ആയി. ഇനി എന്തും കൂടെ സെറ്റ് ആക്കണം? DB കൂടെ സെറ്റ് ആക്കണം. പോയി സെറ്റ് ആക്കിയിട്ട് വരൂ. DB എന്ത് വരും മക്കളെ? DB എന്ത് വരും? DB കിട്ടാൻ വേണ്ടി നിങ്ങൾ രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് നോക്കുക. ട്രയാങ്കിൾ DBC. അതിൽ വീണ്ടും ടാൻ എടുക്കുക. തംജിത് പറയുന്ന പോലെ, തംജിത് പി കെ പറയുന്ന പോലെ tan 60 degrees equal to എത്ര വരും? CD by DB. ഇതിൽ CD ആണ് എന്ത്? 75 meters. So which means tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. 75/DB, where DB is equal to 75/√3. കണ്ടുപിടിച്ചേടാ. ഇൻറ്റു √3/√3 ഇൻറ്റു √3 അങ്ങനെ ചെയ്യണമെന്നില്ല. 75/1.73. DB വാല്യൂ എത്രയാടാ? (75/1.73) എത്ര വരോടാ? ആൻസർ കമന്റ് ബോക്സിലിട്ടെ. ഫൈനൽ ആൻസർ ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ. നമുക്കൊന്ന് ഫൈനൽ ആൻസറിൽ ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ DB അഥവാ 75/√3 പ്ലസ് ആരും കൂടെ AD 75/√3. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശരിയാണ്. സാക്ക്. ഓക്കെ, ARന്റെ യു ഡോണ്ട് നോ മലയാളം അറിയില്ല? Okay, I'll use a mix of both English and Malayalam. Okay, in that case. Okay, very good. Zach അല്ലാണ്ട് പിന്നെ ആരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? സാക്ക് മാത്രമല്ല, അബാൻ നാസർ ഹാസ് ഓൾസോ ഫൗണ്ട് ഔട്ട്. ഏഞ്ചലീന മേരി കാബ്രൽ കറക്റ്റ് ആണ്. 100 ട്രൂത്ത് റേറ്റ്. ഫൈനൽ ആൻസർ 100 into 1.73 which is 173 meters. നിങ്ങളുടെ വേണമെങ്കിൽ ഇതാ. Okay, got that? Okay, 173 173.2 വരും അല്ലേടാ ബാനെ? കാരണം എന്താ? ഇൻറ്റു 100 അല്ലേ വരത്തുള്ളൂ. അപ്പൊ 2 ഡെസിമൽ പോയിന്റ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 7-meter long flag. നമ്മൾ ഏകദേശം തീരാറായിട്ടോ. A 7-meter long flag staff is fixed on top of a tower standing on the horizontal plane. അപ്പൊ ഒരു ഫ്ലാഗ് സ്റ്റാഫ് ഉണ്ട്. ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഇതിന്റെ മേളിൽ ഒരു ടവർ ഉണ്ട്. ഈ ടവറിന്റെ മേളിൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്? ഒരു കൊടിമരം, ഫ്ലാഗ് സ്റ്റാഫ്, 7 meter long. ഓക്കെ, അപ്പൊ ആരായിരുന്നത്? AR1. I am from Bihar, but this channel provides best questions. Oh, that is hard warming AIR. അങ്ങ് ബീഹാറിലുണ്ടടാ നമുക്ക് പിടി. So even Biharis are watching our videos, which is thanks for saying that AR1. Okay, it means a lot actually. Thank you so much. Okay, let's keep going AR. Okay, എക്സാക്ട് വാല്യൂ വേണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ വേണം എന്നുണ്ടോ സാക്കെ? അതായത് ഇപ്പം 1.7 ഇത് 173.2 ഇതിലെങ്കിലും 173 എന്നെങ്കിലും നിങ്ങൾ എഴുതണം. ഈ ലെവലിലെങ്കിലും എത്ര? ആടാ ജലദോഷം പിടിച്ചടാ. AB TB ബലോ ആണോ എന്തോ. ഓക്കെ, അപ്പൊ you have a flat staff which is of height 7 meter and it is standing on top of the tower. Okay, which is placed on a horizontal plane. അപ്പൊ ഇനി ഞാൻ ഇച്ചിരി കൂടെ ഇംഗ്ലീഷ് ഒക്കെ കഷ്ടപ്പെട്ട് പറയോട്ടോ. ബിക്കോസ് നമ്മുടെ AIR1 നമ്മളൊക്കെ ഒരു ബീഹാറി സ്റ്റുഡന്റ് ഉണ്ട്. വി ഹാവ് AIR1 കൂടെ ഉണ്ട്. അപ്പൊ അവനെയും കൂടെ പരിഗണിച്ചിട്ട് വിൽ ബി ഹാവിംഗ് എ മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. സോ ഇഫ് യു നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് പ്ലീസ് സേ ദാറ്റ് ഇൻ ദ കമന്റ് ബോക്സ് സോ ദാറ്റ് അത് മലയാളത്തിലും കൂടെ പറയാം. ഓക്കെ, ആടാ, ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. From a point on the ground, the angles of elevation of top and bottom of the flag staffs are 60 degree and 45 degree. Okay, so here we are considering a point from a random point on the ground. We are considering the angles of elevation of both the top as well as bottom of the flag staff. So we have a കൊടിമരം. ഈ കൊടിമരത്തിന്റെ മേളിലേക്കും താഴത്തേക്കും നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. which means ഇവിടെ നിന്ന് നമ്മൾ കണ്ടേ we are looking over here as well as we are looking over here. So AR1, you know what angle of elevation is, right?
ഡൽഹിയിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? ഫുൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. കേരളൈറ്റ്സ് ആരുമില്ലേ? ഓക്കെ, സോ ഇത് രണ്ടുമാണല്ലോ, ഈ രണ്ട് ആംഗിൾസ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവർ പറയുന്നുണ്ട് 60 ഡിഗ്രി 45 ഡിഗ്രി. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെന്ന് മനസ്സിലാവാം. ആൻഡ് ദിസ് ആംഗിൾ ഇസ് 45 ഡിഗ്രി. ഓക്കെ, ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ്. എടാ AR സത്യം തന്നെ അല്ലേ? ഇനി നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്. നീ ബീഹാർ തന്നെയാണല്ലോ അല്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓക്കെ, 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രീസ്. ഓക്കെ, ദ ക്വസ്റ്റൻ ഇസ് ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ്. സോ യു ഹാവ് ടു ഫിഗർ ഔട്ട് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. വി ഹാവ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ, ഓർ ദി ടവർ ഇസ് ആക്ച്വലി AB. And this AC is the flag star. Okay, BD ആണ് ആ ഒരു തേണ്ടത്. This is our point and ഇതാണ് നമ്മുടെ ടവറിന്റെ ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ബോട്ടം പോയിന്റ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം AB? എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? പറഞ്ഞേ, AB എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? നമുക്ക് ആദ്യം 60 ഡിഗ്രീന്റെ കേസ് നോക്കാം. ട്രയാങ്കിൾ CBD, tan 60 ഡിഗ്രി is equal to CB by BD ആണ്. ഓക്കെ, ഇത് CB എന്ന് പറയുന്നത് എന്താണ്? CB എന്ന് പറയുന്നത് AB plus 7 meter അല്ലേ? So we have tan 60 degrees is equal to √3 equals AB plus 7 by BD. Let's keep that aside for a moment. Let's consider the next triangle because the next angle is also given. So triangle ABD. Let's consider triangle ABD. There too, let's consider the tangent. So tan 45 degrees is equal to AB over BD. Okay. Oh, we have BD. Okay. So if you consider both these equations, you can see that in both of these equations, we have AB and BD as the unknowns. So we have two unknowns, two equations. You can simply solve it, right? Answer ഇപ്പഴേ പറയുന്നുണ്ട്. Answer അതാണോ എന്ന് ചോദിച്ചാൽ ആടാ, കറക്റ്റ് ആണ്. സൗമ്യ TM. സങ്കീർത്തക്ക് ആദ്യമേ ആൻസർ പറഞ്ഞു പോവാ. സൗമ്യാണ് ആദ്യം ആൻസർ പറയുന്നത്. സങ്കീർത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്തിട്ട് മതി. tan 45 is actually 1. 1 is equal to AB by AD, which means AB equals AD. And now we can replace this AB as AD over here. AD അല്ല, അത് BD ആണേ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? √3 is equal to AB plus 7 by AB. Okay, so AB √3 is equal to AB plus 7. ഇതിൽ നിന്ന് AB √3 minus 1 is equal to 7. AB is equal to 7 by 0.73. Okay, so AB കിട്ടി. ചോദ്യം എന്തായിരുന്നു മക്കളെ? ഹൈറ്റ് ഓഫ് ദി ടവർ. AB അല്ലേ ചോദ്യം? ഇത് തന്നെയാണ് ആൻസർ. So 7 by 0.73, the answer is going to be 9.5 meters. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റിലേടാ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കണോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഏത് സ്മൈൽ ഇടും? വീണ്ടും തീട്ടോ. സെറ്റ് എന്ന് തംജിത് പറയുന്നുണ്ട്. സെറ്റ് ആയവർക്ക് തീട്, സെറ്റ് ആവാത്തവർ അത് പറഞ്ഞാൽ നമുക്ക് ഈ ലൈവിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെറ്റ് ഏത് മാളവിക ചന്ദ്രദാസ് പറയുന്നുണ്ട്. ഓക്കെ ആണോ? റെഡി ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, കൃഷ്ണാഞ്ജലിക്ക് മനസ്സിലായി, നസിഹ ഫാത്തിമയ്ക്ക് മനസ്സിലായി, പിന്നെ എല്ലാം സങ്കീർത്ത് പറയുന്നുണ്ട്. മാം മാത്സ് ഈസിയാണ്. ആണോടാ അബ്ദുള്ള? നിനക്ക് മീൻസ് എല്ലാവർക്കും അതാവണമെന്നില്ല. എനിക്കും മാത്സ് ഈസി ആയിരുന്നു പേഴ്സണലി, പക്ഷെ എല്ലാവർക്കും അതാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്ട് മാത്സാണ്. ഓക്കെ ആടാ, എനിക്ക് അതങ്ങനെയാണോ ഇവ വരത്തുള്ളൂ? നമുക്ക് കമന്റ് ഇച്ചിരി സ്ലോ ആയിട്ട് വരത്തുള്ളൂ. എത്രയോ പോയിന്റ് സെക്കൻഡ്സ് ഡിലേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. As observed from top of a lighthouse 100 meter high above sea level, the angles of depression of a ship sailing directly towards it changes from 30 degrees to 60 degrees. അപ്പൊ എന്താണ് കഥ? മനസ്സിലായി നിങ്ങൾക്ക്? ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കിയാടാ. As observed from the top of a lighthouse, ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിന്റെ ടോപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണേ.
100 meter above the sea level. നമ്മുടെ ലൈറ്റ് ഹൗസ് sea levelനേക്കാൾ 100 meter high ആണ്. Okay. The angles of depression of a ship sailing directly towards it changes from 30 degree to 60 degree. അപ്പോൾ നമ്മളൊരു ഷിപ്പ് ഉണ്ട്, ഈ ഷിപ്പിന്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. ഇത് ആദ്യം 30 ഡിഗ്രീസിലായിരുന്നു ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ദി ആംഗിൾ വിൽ ബി ദി ആംഗിൾ ബിറ്റ്വീൻ the line of sight and the horizontal. There are chances that you mark this angle. It's not the angle of depression in this case. In this case, the angle of depression is, because the angle of depression is always the angle between the line of sight as well as the horizontal level of sight. Okay, നിങ്ങളുടെ eye levelum line of sight തമ്മിലുള്ള angle ആണ്. Okay, so this angle is basically what is 30 degrees. The next question, what they're saying next is, it changes from 30 degrees to 60 degrees. So initially A എന്നുള്ള പോയിന്റിലാണ് നമ്മുടെ ഷിപ്പ് ഇരുന്നത്. Now it is actually sailing directly towards the lighthouse, which means ഈ ഒരു പൊസിഷൻ മാറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി, അത് വേറൊരു പൊസിഷനിലെത്തി. സെയിം നമുക്കൊരു ബി എടുക്കാം. ഓക്കെ, ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം, സങ്കല്പിക്കാം. സോ ബി എത്തിയപ്പോഴത്തേക്കും the angle of elevation changes to, angle of depression changes to എത്ര, 60 ഡിഗ്രി. കുറച്ചും കൂടെ വലിയ ആംഗിൾ ആയി. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, കാരണം നമ്മൾ അടുത്തേക്ക് നോക്കുന്നതോറും നമ്മളിങ്ങനെ കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ താഴെ നോക്കണം. കുറച്ച് ദൂരെയുള്ള സാധനം താഴത്തേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെടണ്ട. പക്ഷേ ആസ് ഇറ്റ് കംസ് നിയർ ടു യു, യു ഹാവ് ടു ബെൻഡ് മോർ, which means the angle will increase, right? That was my whole point. ഇവിടെ 60 degrees വന്നു. Okay, the question is, find the distance traveled by the ship during the period of observation, which means you have to figure out what is the length AB. Okay, you have to figure out the length AB. So what should you do? What should you do? How can you figure out the length AB? What can you do? Let's first name all of these. Okay, so A, B, C, A, B already mark ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കി ആൾക്കാർ പഠിച്ചു C, D, E. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓരോ ട്രയാങ്കിൾ വെച്ച് കൺസിഡർ ചെയ്ത് പോവാം. ട്രയാങ്കിൾ ADC, ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ADC. അപ്പൊ ഇവിടെ ആംഗിൾ വന്നിട്ടുണ്ട്, ഈ ഹൈറ്റ് അറിയാലോ 10 മീറ്റർ ആണെന്നറിയാം, ഇത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? 60 ഡിഗ്രീസ് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? ഇതറിയാം, അപ്പൊ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് നമുക്കൊരു F എന്ന് കൊടുക്കാം. ട്രയാങ്കിൾ CFBയില് tan 60 എടുത്തേടാ, tan 60 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? tan 60 is equal to FB by CF. FB by CF. ഇതിൽ എന്ത് നിങ്ങൾക്ക് അറിയാം? FB നിങ്ങൾക്ക് അറിയാലേ, അത് 100 ആണെന്നറിയാം. ഓക്കെ, ഇത് 100, tan 60 എന്ന് പറഞ്ഞാൽ √3 ആണെന്നറിയാം. സോ √3 CF is equal to 100. CF is equal to 100 by √3 എന്ന് മനസ്സിലായി. ഓക്കെ, CF എന്ന് പറഞ്ഞാൽ മക്കളെ താണ്ട് ഇത്രയും ഡിസ്റ്റൻസാ. CF എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസാ. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി, CF മൈനസ് ചെയ്താൽ നമുക്ക് AB മാത്രം കിട്ടി. അപ്പൊ ടോട്ടൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും മതി. കാരണം എങ്ങനെ വന്നാലും നമുക്ക് കണ്ടത് ഈ ലെങ്ത് കിട്ടും. ഓക്കെ, ആൻസറുകൾ ഇപ്പോഴേ വന്നു തുടങ്ങി. കറക്റ്റ് ആടാ, ഭയങ്കരന്മാരെ. ആരാണ് ഫസ്റ്റ് ആൻസർ ചെയ്തെന്ന് അവസാനം പറയാം. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ദ ഹോൾ ലെങ്ത് CD കിട്ടും. ഈ CD നിന്ന് CF മൈനസ് ചെയ്താൽ താണ്ട് ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ഡിസ്റ്റൻസ് AB, അത് തന്നെയല്ലേ ഈ FD യും, അത് കിട്ടത്തില്ലേ? അപ്പം ADCയിൽ നമുക്ക് tan 30 കൺസിഡർ ചെയ്യാം. സോ tan 30 is equal to എന്ത് വന്ന്? AD divided by CD വന്നു. ഇതിൽ AD എന്താണ്? 100 meters ആണ്. സോ ഇത് റീപ്ലേസ് ചെയ്ത് 100 ആക്കാം. tan 30 എന്ന് പറയുമ്പോൾ 1 by √3 is equal to 100 by CD. CD is equal to 100 √3 meters. Okay, so we need AB. So AB എന്ന് പറയുന്നത് FD യും സെയിം ആണ്. So let's first find FD. FD is equal to CF minus, CD minus CF. അതായത് 100 √3 minus 100 by √3 ആണ്. This is same as AB. So AB is equal to തന്നെയാണ്. The answer നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത് 115.33 meters ആയിരിക്കും. നിങ്ങൾക്ക് സൊല്യൂഷനും ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടുന്നിരിക്കുന്നു കേട്ടോ. സോ ഇവിടുത്തെ the distance between ആ രണ്ട് പോയിന്റ്സും, ഷിപ്പ് initially was at this point. Finally, when the angle of depression was 60 degree, the ship was at this point. The question was to figure out the length AB, and we got the length AB as 115.33 meters. Is that much clear, guys? Clear? Last question നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു.
ഈ ക്വസ്റ്റിന്റെ ആൻസർ ആദ്യം പറഞ്ഞിരിക്കുന്ന സുഹൃത്ത് സങ്കീർത്ത്, വീണ്ടും സങ്കീർത്താണ്. 200 ബൈ √3 എന്ന് പറയുന്നുണ്ട്. അതും ആൻസർ ഉണ്ടോ? AIR1. ആ, ബീഹാറിന്റെ മുത്ത് AIR1 ഉണ്ടോ ആദ്യം ആൻസർ പറഞ്ഞത്? വെൽ ഡൺ AIR1. അതിനുശേഷം നമ്മളുടെ കേരളത്തിന്റെ മുത്ത് പ്രീതി ജോസഫും പറഞ്ഞിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ സങ്കീർത്തും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ ആണോ? ഹെൽപ്ഫുൾ ആയിരുന്നോ? നമ്മളെ ചാപ്റ്റർ തീർന്നത് ഇത്രയുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിൽ ആ ബേസിക് റേഷ്യോസിന്റെ ആ ഒരു വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ലൈൻ ഓഫ് സൈറ്റ്. ക്വസ്റ്റ്യൻ വായിക്കുക, കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ അരിമണിയും പറക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗർ വരച്ച് വെക്കണം. ഫിഗർ വരച്ചെന്നാൽ തന്നെ നിങ്ങൾ പകുതി റെഡിയായി. പിന്നെ ആ ഫിഗറിന് എങ്ങനെ നമുക്ക് വേണ്ടതിലേക്ക് എത്താം എന്നുള്ള നിങ്ങളുടെ ഒരു ബുദ്ധി നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണം. കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്താൽ ഈ ഒരു സെക്ഷൻ എന്നുള്ള 7 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഭദ്രം. ഓക്കെ, ഇസ് ദാറ്റ് മച്ച് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളാം. അപ്പൊ എനിക്കൊരു സമാധാനമായിരിക്കും. എന്നിട്ട് നമുക്ക് ബൈ ബൈ പറയാം. ഓക്കെ, it's better if you use it, Parvati team. Make sure that it's better if you use it. 100 റൂട്ടിന്റെ കീഴിൽ നിങ്ങൾക്ക് മാർക്ക് പോകത്തില്ല, പക്ഷെ it's better if you use it. ജസ്റ്റ് ഒന്നും കൂടെ കണ്ടുപിടിച്ചിട്ട് ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയുടെ ആരോണേ. ഇതിന്റെ പല പല വേരിയേഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല പല വേരിയന്റ് ക്വസ്റ്റൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര സെറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ ഇത്ര സെറ്റ് ആയില്ലേ? ഇതിന്റെ നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും മനസ്സിലായി നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് അപരിചിതമായ ക്വസ്റ്റൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്താ, നിങ്ങൾ അതിനകത്ത് അഗ്രഗണ്യന്മാരായി നടത്തും. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? യു ആർ വെൽക്കം ഗൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മാത്സ് ലൈവ് വരുന്നത് നോട്ട് ഷുവർ. നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. ഒരു കോൺഫിഡൻസ് കിട്ടിയാ? അത് പൊളിച്ച് കൃഷ്ണാഞ്ചല. താങ്ക് യു ഫോർ സീയിങ് ദാറ്റ്. ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ഫീലേഴ്സ്. ഓക്കെ, ആ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി. ആംഗിൾ ഓഫ് എലിവേഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾ റെഡിയായി. പൈതഗോറസ് തിയറം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? പൈതഗോറസ് തിയറം ഇത്രയുള്ള മാധവ് PS. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾസിൽ മാത്രം നമുക്ക് കയറി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറമാണ് പൈതഗോറസ് തിയറം. ഇത്രയേ ഉള്ളൂ. ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇതിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ബേസിക് കണ്ടോ മാധവേ. ഇതാണ് നമ്മുടെ 90 ഡിഗ്രി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ എതിർവശത്തുള്ള 90 ഡിഗ്രി ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ സൈഡിനാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പൈതഗോറസ് പറഞ്ഞ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞു. അത്രയുള്ള പൈതഗോറസ് തിയറം. അതായത് ഫോർ എക്സാമ്പിൾ ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. കാരണം എന്നാലേ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വരത്തുള്ളൂ. ഓക്കെ, ഈ റൈറ്റ് ട്രയാങ്കിൾസ് എല്ലാവരും ഈ ഒരു തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് മാം. ക്ലാസ് വേണ്ടി താങ്ക് യു. യു വെൽക്കം ഡെറിൻ. ഈ ക്ലാസ് വേണ്ടി താങ്ക് യു. യു വെൽക്കം മേഡം. നെക്സ്റ്റ് ലൈവ് നോട്ട് ഷുവർ. ഷാഹിദ് റംസാൻ സർ അടുത്ത ക്ലാസ് എടുക്കും. അടുത്ത ക്ലാസ് ഏതാണ് നോട്ട് ഷുവർ. എന്തായാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ സർ തരും. ഓക്കെ, ഡിപ്രഷൻ ഇത്തിരി പ്രശ്നമായിരുന്നു, ബട്ട് ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അവിടെ ആണ്ട്ടോ നിങ്ങൾ ഇച്ചിരി പണിയാകുമ്പോൾ ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ലൈൻ ഓഫ് സൈറ്റും നിങ്ങൾ നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റും നിങ്ങളുടെ ഹൊറിസോണ്ടൽ ലെവലും ആ ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എല്ലാവരുടെയും ചോദ്യം നെക്സ്റ്റ് ലൈവ് എപ്പോഴാണ്? നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലൈവിന് നോട്ടിഫിക്കേഷൻ വരും. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. പക്ഷെ എന്തായാലും സാർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. ഓക്കെ, ഷോർട്ടൊക്കെ ഇറങ്ങിയിട്ട് എന്തായാലും നമ്മൾ ലൈവ് എടുത്തുള്ളൂ. കാരണം നമുക്ക് നിങ്ങളില്ലെങ്കിൽ ഒരു ഊർജ്ജമില്ല. നിങ്ങളില്ലാണ്ട് ഞാൻ ആദ്യം തന്നെ പറയില്ല. എനിക്ക് ആദ്യം 16, 28 പേര് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആവശ്യം പോയി. ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ലൈവ് എടുക്കാനൊരു ഊർജ്ജമുള്ളൂ. നിങ്ങൾ ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഓക്കെ, വോളിയം ആണോ എനിക്ക് വേണ്ടത്? സാക്കേ പറയാടാ, റെക്കമെൻഡ് ചെയ്യാം. എനിക്കറിയില്ല സാർ എടുക്കും. സാർ ഏത് ഉദ്ദേശിക്കാം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ ഗൈസ്. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ബി കമ്മിങ് അഗൈൻ, ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ് മീറ്റിംഗ് യു ഓൾ. ഞാൻ ആലോചിച്ചു യു ഹാവ് ഡിപ്രഷൻ. എന്താടാ ഇവ. Okay, so that's all. Thank you so much guys. Bye bye. Have a great day.